ചക്കപ്പഴം വെച്ചിട്ടുള്ള പഴംപൊരി, അതുപോലെ ജീവനുള്ള ഞണ്ടുകൾ, തവള ചുട്ട് ഫ്രൈ ചെയ്തത്, ഞണ്ട് ഉപ്പിലിട്ടത്, പിന്നെ പാമ്പിൻ്റെ തോല് പോലിരിക്കുന്ന ഒരു പഴവർഗ്ഗം. മലേഷ്യയിലെ പ്രധാനപ്പെട്ട ഒരു ഷോപ്പിംഗ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് സിറ്റിയാണ് ബുക്കിത് ബിന്താങ്. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട നൈറ്റ് സ്ട്രീറ്റ് ഫുഡ് സെൻ്ററാണ് ജലൻ അലോർ. മലേഷ്യയിലെ നൈറ്റ് ലൈഫിലേക്ക് സ്വാഗതം. ഇത് അവിടെ കയറുമ്പോൾ തന്നെ കാണുന്നൊരു ഷോപ്പാണ്. ഡ്യൂരിയാൻ എന്ന് പറയുന്നൊരു ഫ്രൂട്ടാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കച്ചവടം. ഡ്യൂരിയാൻ മലേഷ്യക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടാണ്. വല്ലാത്തൊരു മണവും ടേസ്റ്റും ഒക്കെ ഉള്ളത് കാരണം മറ്റ് രാജ്യക്കാർ ഇത് വലിയ രീതിയിലൊന്നും കഴിക്കാറില്ല. അത്യാവശ്യം കോസ്റ്റ്ലിയാണ് ഈ ഫ്രൂട്ട് ഇവിടെ പോലും. ഒരു പീസിന് ഇന്ത്യൻ മണി 300-400 രൂപയൊക്കെ വരും കേട്ടോ. ട്രിവാൻഡ്രത്തെ ലുലു മാളിലും ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ കഴിച്ചിട്ടില്ല. അങ്ങനെ ഇവിടെ വന്നിട്ട് ഇതൊന്ന് കഴിച്ച് നോക്കാമെന്ന് കരുതി. ഒരു വല്ലാത്ത ടേസ്റ്റ്. പിന്നെ അവിടെയുള്ള എല്ലാ ഷോപ്സിലും കാണാൻ പറ്റും നല്ല അടിപൊളി ചക്കപ്പഴം. അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. നാട്ടിലുള്ള ചക്കപ്പഴത്തിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ടാണ് തോന്നിയത്. ചക്കപ്പഴമൊക്കെ ഉണ്ടെങ്കിലും ഡ്യൂരിയാൻ അവിടെ എല്ലായിടത്തും ഉണ്ട്. അതാണ് മലേഷ്യക്കാർക്ക് കൂടുതലും ട്രൈ ചെയ്യാൻ ഇഷ്ടം. ഇത് മംഗോളിയൻ ടൈപ്പിലുണ്ടാക്കുന്ന ബാർബിക്യൂ കൊടുക്കുന്നൊരു കടയാണ്. അധികം വിലയെന്നൊന്നും പറയാനില്ല, ഒരു 40-50 രൂപയൊക്കെ ഉള്ളൂ ഒരു സ്റ്റിക്കിന്. പിന്നെ ഒക്ടോപ്പസ് നീരാളിയൊക്കെ ആണെങ്കിൽ പ്രൈസ് കൂടും. വെജിറ്റബിൾസ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, ജ്യൂസുകളൊക്കെ ഉണ്ട്, കരിക്കുണ്ട്. ഇത് തായ്ലാൻഡ് സ്റ്റൈലിലുള്ള ബാർബിക്യൂ മസാലയൊക്കെ പുരട്ടിയ ചിക്കനും ബീഫും ഒക്കെയാണ്. ഒക്ടോപ്പസ് ഒക്കെ പല രീതിയിലൊക്കെയാണ് കട്ട് ചെയ്ത് ബാർബിക്യൂ ഒക്കെ വെച്ചിട്ടുള്ളത്. ഇത് അത്യാവശ്യം കോസ്റ്റ്ലിയാണ് ഇതൊക്കെ. തക്കയോക്കി എന്നൊക്കെ പറയുന്ന ഒരു ടൈപ്പ് ഉണ്ണിയപ്പമാണ് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അവിടെ ഓയിസ്റ്റർ വെച്ചിട്ടുള്ള ഓംലെറ്റൊക്കെ ഉണ്ട്, കട്ട് ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ട്, ജ്യൂസുകളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ പറയുന്ന ജ്യൂസൊക്കെ അവരുണ്ടാക്കി തരും. ചിക്കനും ബീഫും ഒക്കെ വെച്ചിട്ടുള്ള ബണ്ണുകളൊക്കെ, പിന്നെ പൊറോട്ട പോലത്തെ ഒരു സാധനം. ഫ്രൂട്ട്സൊക്കെ ഫ്രഷായിട്ട് പിഴിഞ്ഞ് ജ്യൂസാക്കി തരുന്നുണ്ട് അവിടെ. സ്ട്രോബെറി പോലുള്ള ഫ്രൂട്ട്സൊക്കെ ഷുഗർ സിറപ്പിലും ചോക്ലേറ്റിലൊക്കെ ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നതും കണ്ടു. ഇത് മാഷ്മലോയിൽ ഐസ്ക്രീം ഫില്ല് ചെയ്ത് തരുന്നൊരു ഐറ്റമാണ് കേട്ടോ. ഞങ്ങൾ പോയ ദിവസം നല്ല മഴയുള്ള സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ സ്ട്രീറ്റ് ഫുഡ് മൊത്തം മഴയാണ്. എന്നാലും ആൾക്കാരുടെ വരവിനൊന്നൊരു കുറവില്ല കേട്ടോ, നല്ല തിരക്കുണ്ട്. ഇത് ഞണ്ട് ഒരു ടൈപ്പിൽ ഉപ്പിലിട്ട് വേവിച്ച് വെച്ചിരിക്കുവാണ്. ഇത് നമ്മുടെ നാട്ടിലെ പുട്ട് മലായ് സ്റ്റൈലിൽ ഉണ്ടാക്കുന്നതാണ്. ഒരു പ്രത്യേക രീതിയിലുള്ള പാത്രത്തിലാണ് പുട്ടുണ്ടാക്കുന്നത്. പുട്ടെന്നൊക്കെ തന്നെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പല ടൈപ്പ് ഫ്രൂട്ട്സൊക്കെ അവിടെ കാണാൻ പറ്റി. പക്ഷേ വില കുറച്ച് കുറവാണ് നമ്മുടെ നാടിനേക്കാളും. ഇതാണ് ടിപ്പിക്കലായിട്ടുള്ള മലായ് ഫുഡിൻ്റെ കോംബോ. നമുക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഇതിൽ നിന്ന് പെറുക്കിയെടുക്കാൻ പറ്റും പാത്രത്തിൽ. ഈ ഒരു സെറ്റ് ലോക്കലായിട്ടുള്ള എല്ലാ റെസ്റ്റോറൻറ്റ്സിൽ പോയാലും കാണാൻ പറ്റും. ചിക്കനും ബീഫും മീനും മട്ടനും എല്ലാം ഇതിനകത്തുണ്ടാവും. ഇന്ത്യക്കാരുടെ ഇൻഫ്ലുവൻസ് ഒന്ന് നോക്കി അവിടെ പോയപ്പോഴും പാനിപൂരിയുടെ കടകളൊക്കെ ഉണ്ട്. കരിക്ക് വെള്ളം, കരിമീൻ ജ്യൂസ്, അങ്ങനെയുള്ള ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസുകളൊക്കെ അവിടെ ഉണ്ട്. ചൈനീസ് ഇൻഫ്ലുവൻസ് ഉള്ള ഫുഡൊക്കെ അവിടെ ഇഷ്ടംപോലെ ഉണ്ട്. ഒരു സൈഡിൽ ചെറിയ തട്ടുകടകളും മറ്റേ സൈഡിൽ വലിയ വലിയ റെസ്റ്റോറൻറ്റ്സ് ആണ് അവിടെ ഉള്ളത്. ആൾക്കാരെല്ലാം കൂടിയിരുന്ന് ഫുഡ് കഴിക്കുന്നു, മദ്യം വാങ്ങുന്നു, ആസ്വദിക്കുന്നു, എൻജോയ് ചെയ്യുന്നു, ഫോട്ടോ എടുക്കുന്നു. അവിടെയൊന്നും പോലീസുകാരൊന്നും കാണുന്നുമില്ല, ആരും ശല്യപ്പെടുത്തുന്നില്ല. എല്ലാവരും സ്വന്തം കാര്യം നോക്കി എൻജോയ് ചെയ്ത് പോവുകയാണ്. ആവോലി പോലുള്ള മീനുകളൊക്കെ അവിടെ കാണാൻ പറ്റി. പിന്നെ പേരറിയാത്ത വേറെയും കുറേ മീനുകളൊക്കെ എല്ലാം പറയുന്ന രീതിയിൽ അവർ ഫുഡ് കുക്ക് ചെയ്ത് തരുന്നുണ്ട്. ഇത് അവിടെ കണ്ടൊരു വലിയൊരു റെസ്റ്റോറൻറ്റിൻ്റെ അടുക്കള ഭാഗമാണ്. നല്ല തിരക്കാണ്, ഭയങ്കര റഷാണ് അവിടെ.
കൂടാതെ നല്ല മണമുണ്ട് കേട്ടോ. ഇത് കഴിച്ചവർക്കുള്ള ബില്ലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നോക്കി, അത്രയും തിരക്കുള്ള ഒരു സിറ്റിയാണ്, ഒരു സ്ട്രീറ്റാണിത്. ഇത് സീ ഫുഡിൻ്റെ ഒരു ഏരിയയാണ്. ഇവിടെ അത്യാവശ്യം കോസ്റ്റ്ലിയാണ് അവിടെ കാണുന്ന ഒരു പ്രോൺസൊക്കെ. മോമോസ് ടൈപ്പിലുള്ളൊരു സാധനം അവിടെ കണ്ട് പല കളറിലൊക്കെയാണ്. ചിക്കനും ബീഫും പോർക്കും എല്ലാം വെച്ചിട്ടാണുള്ളത്. എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഫിഷും എല്ലാം ഉണ്ട്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ഒരു കടയിൽ തവള ഇരിക്കുന്നുണ്ടത്. തവള, ടൈഗർ പ്രോൺസ്, ഒക്ടോപ്പസ്, ചിക്കൻ, മട്ടൻ, ബീഫ് അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ മുത്തുച്ചിപ്പി, ഓസ്റ്റർ അതെല്ലാം ഉണ്ട്. എന്നാൽ പിന്നെ ഒരു തവളയെ വാങ്ങി ട്രൈ ചെയ്യാമെന്ന് കരുതിയിട്ട് അത് വാങ്ങി. തവളയും ചിക്കനും മട്ടനും ബീഫും കൂടെയൊക്കെയാണ് വാങ്ങിയത്. പിന്നെ ഒരു ഫിഷും കൂടി. അവരതെല്ലാം ഫ്രൈ ചെയ്ത് ബാർബിക്യൂ ആക്കിയിട്ട് കൊണ്ടു തന്നു. അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ആദ്യമായിട്ടാണ് തവള കഴിച്ച് നോക്കിയത്. കൊള്ളായിരുന്നു കേട്ടോ. ഇന്ത്യൻ മണി ഒരു 1500-നകത്ത് നിന്നു. ഇത് ചീസും കോണും മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്നൊരു സാധനം അവിടെ കണ്ടു. സ്ട്രോബെറി പോലുള്ള ഫ്രൂട്ട്സൊക്കെ ഷുഗർ സിറപ്പിലും ചോക്ലേറ്റിലൊക്കെ ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നതും കണ്ടു. മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇവിടെയുള്ള ഫുഡ് സ്ട്രീറ്റൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും വേണ്ടത് ഇവിടെ ഉണ്ട്. വെജ് ആണെങ്കിലും നോൺ വെജ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും എല്ലാം. ഇത് വേറൊരു കടയിൽ കണ്ടതാണ്. ഫ്രഷ് ആയിട്ടുള്ള സീ ഫുഡ് എല്ലാം അവിടെ വളർത്തുന്നുണ്ട്. അത് നമുക്ക് ലൈവായിട്ട് തന്നെ പിടിച്ചിട്ട് അവർ കുക്ക് ചെയ്ത് തരും. ഇത് ഞണ്ടാണ് കേട്ടോ. പിന്നെ നമുക്കൊന്നും പേരറിയാത്ത പല ടൈപ്പിലുള്ള ഫിഷുകളൊക്കെ അവിടെ ഉണ്ട് ഫ്രഷ് ആയിട്ട്. മുത്തുച്ചിപ്പി അവിടെ ഉണ്ടായിരുന്നു, ഓയിസ്റ്റർ. പിന്നെ നമ്മുടെ നാട്ടിലൊന്നും അധികം കണ്ടിട്ടില്ലാത്ത ലോബ്സ്റ്ററൊക്കെ അവിടെ ഉണ്ട്. ലൈവായിട്ട് ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്ത് തരുന്നതാണ്. ഇതൊക്കെ നല്ല വിലയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് സീ കുക്കുംബറാണെന്ന് തോന്നുന്നു. ഓൾമോസ്റ്റ് സൗത്ത് ഏഷ്യൻ ഫുഡെല്ലാം അവിടെ തന്നെ ഉണ്ട്. ലോക്കൽ മലേഷ്യൻ ഫുഡും തായ്ലൻഡ്, ചൈന അങ്ങനെയുള്ള എല്ലാം. ഇത് സ്ക്വിഡിനും ഒക്ടോപ്പസിനും മാത്രമായിട്ടുള്ള എക്സ്ക്ലൂസീവ് കടയാണ്. തൊട്ടടുത്ത കടയിലാണ് ഒരു അടിപൊളി ഐറ്റം കണ്ടത്. നമ്മുടെ ചക്കപ്പഴയില്ലേ, ചക്കപ്പഴത്തിനൊക്കെ ഫ്രൈ ചെയ്തോടെ വച്ചേക്കുന്നു, പഴംപൊരി പോലെ. പിന്നെ പൊറോട്ട പോലുള്ളൊരു സാധനത്തിൽ കുറേ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് ഷവർമ പോലത്തൊരു ഇത് തരുന്നുണ്ട്. പാമ്പിൻ്റെ ചട്ട പോലെ തൊലിയുള്ളൊരു ഫ്രൂട്ടാണിത്. സ്നേക്ക് ഫ്രൂട്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ഫ്രൂട്ട് കാണുന്നത്. ശരിക്കും പാമ്പിനെ പിടിക്കുന്ന പോലെ തന്നെ ഉണ്ട്. അങ്ങനെ ഒരെണ്ണം ചുമ്മാ ട്രൈ ചെയ്യാനായിട്ട് വാങ്ങി നോക്കി. അത്യാവശ്യം ടേസ്റ്റുള്ളൊരു ഫ്രൂട്ടാണ്. അകത്തൊരു വലിയൊരു കുരുവും ഉണ്ടായിരുന്നു. താമസിയാതെ ഇത് നമ്മുടെ ഇന്ത്യയിലേക്ക് വരുമായിരിക്കും അല്ലേ. ഈ കാണുന്ന റംബൂട്ടാൻ ടൈപ്പിലുള്ള ഫ്രൂട്ട്സൊക്കെ ഇഷ്ടംപോലെ അവൈലബിൾ ആണല്ലോ. ഡ്രാഗൺ ഫ്രൂട്ടും ഇതെല്ലാം ആ ഒരു ഏരിയയിലുള്ളതാണല്ലോ. ഇതൊക്കെ പ്രോസസ്ഡ് മീറ്റാണ്. മട്ടനും ബീഫും പോർക്കും എല്ലാം ഉണ്ട്. ഇത് കണ്ടിട്ട് താറാവിൻ്റെ തലയാണെന്ന് തോന്നുന്നു. ഇത് വേറൊരു റെസ്റ്റോറൻറ്റിൽ നല്ല തിരക്കാണ്. അവിടെയുള്ള ചേച്ചിമാരൊക്കെ ഭയങ്കര തിരക്കാണ് കടയിൽ. ടിപ്പിക്കൽ മലായ് ഫുഡിൽ അവർ ചോറൊക്കെ ഉൾപ്പെടുത്താറുണ്ട്. ഇത് വേറൊരു കടയിൽ കണ്ടിട്ടുണ്ട്. അപ്പം ബാലിക് എന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ അപ്പം പോലെ തന്നെ ഉണ്ട്, പക്ഷെ കളർ വേറെ. ഇതാ ജലൻ അലൂറിന് ചേർന്നിട്ടുള്ളൊരു സ്ട്രീറ്റാണ്. അത്യാവശ്യം നല്ല തിരക്കുള്ള സ്ട്രീറ്റാണ്. ഫുള്ള് ബാറുകളാണ്. ബാറുകളും ക്ലബ്ബുകളൊക്കെ ഉള്ളൊരു വലിയ സ്ട്രീറ്റ്. ഇവിടെ ഒന്നും ആരും ബഹളം ഉണ്ടാക്കുന്നില്ല, പ്രശ്നമില്ല. എല്ലാവരും എൻജോയ് ചെയ്യുകയാണ്. ഇതവിടെ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കണ്ടൊരു വേറൊരു തട്ടുകടയാണ്. ഇവിടെയുമുണ്ട് ഒക്ടോപ്പസും ചിക്കനും മട്ടനും ബീഫും പോർക്കും വെജിറ്റബിൾസും എല്ലാം. നമ്മളതിൽ 1-2 ഓർഡർ ചെയ്ത് കഴിച്ചു. ഫ്രൈ ആണെങ്കിൽ ഫ്രൈ, അല്ല വേവിച്ച് തരണമെങ്കിൽ അങ്ങനെയും തരും. നമ്മൾ എടുക്കുന്ന സ്റ്റിക്കിന് അവരൊരു കളറ് പുരട്ടിയിട്ടുണ്ടാവും. ആ കളറിൻ്റെ വിലയാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവുക. അത് നോക്കിയിട്ടാണ് അവർ ബില്ലിംഗ് ഒക്കെ ചെയ്യുന്നത്. എത്ര രൂപ എന്നുള്ളതൊക്കെ അവിടെ ക്ലിയർ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. 2-3 ടൈപ്പിലുള്ള സോസും കൂടെ കൂട്ടിയിട്ടാണ് ഇത് കഴിക്കേണ്ടത്. എല്ലാം അടിപൊളിയായിരുന്നു. ഞങ്ങൾ പോയത് ഏകദേശം ചൈനീസ് ന്യൂ ഇയറിൻ്റെ സമയത്തായിരുന്നു. അതുകൊണ്ട് തന്നെ രാത്രി 12 ആയപ്പോഴത്തേക്കും ചൈനീസ് ന്യൂ ഇയറിൻ്റെ ആഘോഷങ്ങളൊക്കെ തുടങ്ങി. ഭയങ്കരമായിട്ട് അടിപൊളിയായി.
ഇതാണ് മലേഷ്യയിലെ കോലാലംപൂരിലെ ബുക്കിത് ബിൻതാങ്ങിലെ ജലൻ അലൂർ എന്ന ഒരു നൈറ്റ് സ്ട്രീറ്റ് ഫുഡ് മാർക്കറ്റ്. ബാക്കി അടുത്ത പാർട്ടിൽ.